Hi everybody, welcome back to our English classes. So first of all, I am Subish from Pallipura. Today is our first class of English. Let us discuss. Anyway, what is the title of our course book? The title is Words to Deeds, right? Words to Deeds. This is the title of our course book, English book. Anyway, we are going to learn English. We are going to learn English here. Just before that, can I ask you one question? What you mean by English? What you mean by English? Simply, we can call it as a language, right? Simply, we can call it as a language. But just a language? No, never. This is not just a language. We know that this is the language of worldwide use. And that is the reason why English is known as global language. What is global language? So, we are going to move on to the textbook. The title, I told you, Words to Deeds. Words to Deeds എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ മീനിങ് മലയാളത്തിൽ പറയുമ്പോൾ വാക്കും പ്രവൃത്തിയുമാണ് അല്ലേ? വേർഡ്സ് ആൻഡ് ഡീഡ്സ് എന്ന് പറഞ്ഞാൽ വാക്കും പ്രവൃത്തിയും. ഇതെന്താണ്? വേർഡ്സ് ടു ഡീഡ്സ് ആണ്, വാക്കിൽ നിന്നും പ്രവൃത്തിയിലേക്ക്. Okay, so there is a movement, right? There is a movement. Words to deeds. Through this textbook, there are lots of chapters, and through the chapters, we are moving from words to deeds. See, വളരെയധികം മീനിങ്ഫുൾ ആയിട്ടുള്ള, വളരെയധികം അർത്ഥവത്തായിട്ടുള്ള, തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ തന്നെയാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ നമ്മുടെ ഈ ഒരു കോഴ്സ് ബുക്കിൻ്റെ ടൈറ്റിലായിട്ട് അവർ കൊടുത്തിട്ടുള്ളത്. വളരെയധികം തോട്ട്ഫുൾ ആണ്, വളരെയധികം മീനിങ്ഫുൾ ആണ്. വേർഡ്സ് ടു ഡീഡ്സ് എന്നാണ്. നിങ്ങളുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ പ്രോസും പെടും, വേഴ്സും പെടും. പ്രോസ് അതായത് ഗദ്യം, പദ്യം, അതാണ് പ്രോസ് ആൻഡ് വേഴ്സ് എന്ന് പറയുന്നത്. ഗദ്യം, പദ്യം, പ്രോസ് ആൻഡ് വേഴ്സ്. സോ ഈ പ്രോസ് ആൻഡ് വേഴ്സ് എന്ന് പറയുമ്പോൾ അതായത് ഗദ്യം, പദ്യം, അപ്പോൾ അതിൽ എന്തൊക്കെ പെടും? ഫിക്ഷണൽ റൈറ്റിങ്സ് പെടും, നോൺ ഫിക്ഷണൽ റൈറ്റിങ്സ് പെടും. നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ഡിവൈഡ് ചെയ്യാം. എങ്ങനെ? ഫിക്ഷണൽ റൈറ്റിങ്സ് ആൻഡ് നോൺ ഫിക്ഷണൽ റൈറ്റിങ്സ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിനെയൊക്കെ നമുക്ക് മൊത്തത്തിൽ രണ്ട് രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു രണ്ട് രീതി എന്ന് പറയുന്നത് എങ്ങനെയാണ്? വി ക്യാൻ ഡിവൈഡ് അവർ ചാപ്റ്റേഴ്സ് ഇൻ ടു ടു, ആൻഡ് ദാറ്റ് ഈസ് ഫിക്ഷണൽ ആൻഡ് നോൺ ഫിക്ഷണൽ. അഗെയിൻ, ഫിക്ഷണൽ ആൻഡ് നോൺ ഫിക്ഷണൽ. ലെറ്റ്സ് സീ. Fictional writings. What do you mean by fictional writing? And what do you mean by non-fictional writing? Fictional writing means their imagination have a scope. Their imagination have a scope. For example, stories, poems, novel, drama, and so on. These are examples for fictional writings. ചുരുക്കി പറഞ്ഞാൽ ഈ ഫിക്ഷണൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇമാജിനേഷന് സ്കോപ്പ് ഉണ്ട്, അവിടെ ഇമാജിനേഷന് സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ സ്റ്റോറി, നമുക്കൊരു സ്റ്റോറി എടുക്കാം. ഇപ്പം ഞാനൊരു കഥ എഴുതുകയാണ്. ഞാനൊരു കഥ എഴുതുന്ന സമയത്ത് എനിക്കവിടെ ഇമാജിനേഷൻ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ ഇമാജിനേഷൻ അനുസരിച്ച് എനിക്ക് ഏത് രീതിയിലും എനിക്ക് ആ കഥയെ കൊണ്ടുപോകാൻ പറ്റും. എനിക്ക് വേണമെങ്കിൽ കഥയ്ക്ക് നല്ലൊരു ബിഗിനിങ് എൻ്റെ ഇമാജിനേഷൻ അനുസരിച്ച് എനിക്ക് തീരുമാനിക്കാം. ഐ ഹാവ് ദ ലൈസൻസ്, റൈറ്റ്? അതുപോലെ അതിൻ്റെ തുടക്കം എങ്ങനെയാവണം, അതിൻ്റെ അവസാനം ഒടുക്കം എങ്ങനെയാവണം, അതിൽ ആരൊക്കെ ക്യാരക്ടേഴ്സ് ആയിട്ട് വരണം, എങ്ങനെയൊക്കെ അവർ അവരുടെ ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് എങ്ങനെയൊക്കെ വരണം, കഥയിൽ ട്വിസ്റ്റ് വേണോ വേണ്ടയോ, ഇതൊക്കെ എനിക്ക് തീരുമാനിക്കാം. ഇതൊക്കെ എൻ്റെ ഇമാജിനേഷൻ ഞാൻ വിട്ടുകൊടുക്കുന്നു. അത്തരം റൈറ്റിങ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഫിക്ഷണൽ റൈറ്റിങ്സ് എന്ന് പറയുക. മറക്കണ്ട. അപ്പോൾ കവിതകൾ അതിൽ പെടും. കാരണം നമ്മുടെ ഇമാജിനേഷൻ്റെ റിഫ്ലക്ഷനാണ്. നമുക്ക് നമ്മുടെ ഒരു ഭാവനയ്ക്ക് അനുസരിച്ച് നമുക്ക് എന്തും എഴുതാം കവിതകൾ, അല്ലേ? സോ പോം അതിൽ പെടും. പോം എന്നാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ, പോയം എന്നല്ല. പലപ്പോഴും നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് പോയം എന്നാണ്, പക്ഷേ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്താണ്? പോം എന്നാണ്. സോ പോംസ് അതിൽ പെടും, സ്റ്റോറീസ് അതിൽ പെടും, നോവൽ, ഡ്രാമ, ഇതിലൊക്കെ ഇമാജിനേഷൻ ഉണ്ട്, അല്ലേ? ഇതിലൊക്കെ ഭാവനയുണ്ട്. നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച് പല രീതിയിൽ നമ്മൾ വളച്ചൊടിച്ച് കൊണ്ടുപോകാറുണ്ട് അതിനൊക്കെ, അല്ലേ? അപ്പോൾ അതൊക്കെ ഏത് കാറ്റഗറിയിൽ പെടുന്ന പറയുന്നത്? ഫിക്ഷണൽ റൈറ്റിങ്സിൽ പെടും. ഇനി നോൺ ഫിക്ഷണൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എന്താണ് നോൺ ഫിക്ഷണൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഇമാജിനേഷന് സ്കോപ്പ് ഉള്ളതൊക്കെ എന്താണ്? ഫിക്ഷണൽ റൈറ്റിംഗ് ആണ്. സോ സിമ്പിൾ, നോ റൂം ഓർ നോ സ്പേസ് ഫോർ ഇമാജിനേഷൻ. ദാറ്റ് ഈസ് വാട്ട് ഇസ് വി കോൾ ദ നോൺ ഫിക്ഷണൽ റൈറ്റിംഗ്സ്. നോൺ ഫിക്ഷണൽ റൈറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഇമാജിനേഷന് സ്കോപ്പ് ഇല്ല. സത്യം, വാസ്തവം എന്താണോ അത് അതുപോലെ എഴുതുന്നു.
ഫോർ എക്സാമ്പിൾ, നമ്മൾ ഗാന്ധിയെക്കുറിച്ചൊരു ബയോഗ്രഫി എഴുതുകയാണ്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ബയോഗ്രഫി എഴുതുന്ന സമയത്ത് നമുക്ക് ഇമാജിനേഷൻ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച് എന്തെങ്കിലും എഴുതി വെക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അത് റിയൽ ആയിട്ടുള്ള കാര്യം മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, അല്ലേ? ഫാക്റ്റ് എന്താണോ, വാസ്തവം എന്താണോ, അത് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഒരു തരത്തിലൊരു ഡോക്യുമെൻറ്റേഷനാണ്, റിയൽ ആയിട്ടുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു അവതരണമാണത്. അങ്ങനത്തെ റൈറ്റിങ്സിനെയാണ് നമ്മൾ ഫിക്ഷണൽ റൈറ്റിങ്സ് എന്ന് പറയുന്നത്, നോൺ ഫിക്ഷണൽ റൈറ്റിങ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ബയോഗ്രഫി അതിൽ എക്സാമ്പിളായിട്ട് പെടുത്താം. അതുപോലെ തന്നെ എസ്സേയ്സ്, ഉപന്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒക്കെ പഠിക്കാനുണ്ടായിരിക്കും. നമുക്ക് നോക്കാം, ടെക്സ്റ്റ് ബുക്കിലേക്ക് ഇറങ്ങിച്ചെല്ലാം. അപ്പോൾ എസ്സേ പഠിക്കാനുണ്ടാവുന്ന സമയത്ത് അതൊക്കെ ഏതിലാണ് പെടുക? ഫിക്ഷണൽ അല്ല, നോൺ ഫിക്ഷണൽ റൈറ്റിങ്ങിലാണ് പെടുക. അപ്പോൾ മറക്കാതിരിക്കുക, ഈ രണ്ട് ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ, ഒന്ന് ഫിക്ഷണൽ റൈറ്റിങ്സും മറ്റൊന്ന് നോൺ ഫിക്ഷണൽ റൈറ്റിങ്സും ആണ്. ഫിക്ഷണൽ റൈറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇമാജിനേഷന് സ്കോപ്പ് ഉണ്ട്, നമ്മുടെ ഭാവനയ്ക്ക് സ്ഥാനമുണ്ട്, നമ്മുടെ സങ്കല്പത്തിന് സ്ഥാനമുണ്ട്. അതിൽ എന്തൊക്കെ പെടും? സ്റ്റോറീസ്, പോംസ്, നോവല്ല, ഇതൊക്കെ അതിൽ പെടും എന്ന് പറയുന്നത്, അല്ലേ? ഇതൊക്കെ അതിൽ പെടും. ഇനി നോൺ ഫിക്ഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നോൺ ഫിക്ഷണൽ ആണ്, അല്ലേ? അതായത് റിയൽ ആയിട്ടുള്ള കാര്യം മാത്രം പ്രസന്റ് ചെയ്യും, ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യം മാത്രം പ്രസന്റ് ചെയ്യും. അതാണ് നോൺ ഫിക്ഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബയോഗ്രഫി, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് എസ്സേയ്സ്, ഇതൊക്കെ എന്തിലാണ് പെടുക? ഈ ഒരു നോൺ ഫിക്ഷൻ കാറ്റഗറിയിലാണ് പെടുക. നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഫിക്ഷണൽ റൈറ്റിങ്സും പെടും, അതുപോലെ തന്നെ നോൺ ഫിക്ഷണൽ റൈറ്റിങ്സും പെടും. ഓക്കെ, so what we discussed, don't forget fictional writings and non-fictional writings. This is the general acceptable division of our chapters. So ഫിക്ഷൻ ആണെങ്കിലും ശരി, നോൺ ഫിക്ഷൻ ആണെങ്കിലും ശരി, അതിലൊക്കെ ഉണ്ടാവുന്നൊരു സംഭവമുണ്ട്, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് നമ്മൾ പറയും. നമുക്ക് നമ്മുടെ ഓരോ ചാപ്റ്റർ എടുത്ത് നോക്കുമ്പോൾ അതിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് പോംസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്നുള്ളൊരു സംഭവമുണ്ട്. സോ today we are going to learn about figures of speech. Okay, today we are going to learn about figures of speech. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സാധാരണ ഇത് പോയറ്റിക് ഡിവൈസ് ആയിട്ടാണ് പറയാറ്. നമുക്ക് ഒരുപാട് കവിതകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇനി ഇങ്ങനത്തെ ഒരു ക്ലാസ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആ ഒരു സമയത്ത് നേരെ നമ്മൾ എന്തോ ചെയ്യുക? ആപ്ലിക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നമ്മളിപ്പോൾ ഇന്ന് പഠിച്ച സംഭവത്തിൻ്റെ നേരെ ആപ്ലിക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക. സോ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്? ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, അല്ലേ? ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് നിങ്ങൾക്ക് ഒരുപക്ഷെ ആർക്കെങ്കിലുമൊക്കെ അറിയുമായിരിക്കാം. എന്താണെങ്കിലും ശരി, നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇന്നത്തെ ഒരു ക്ലാസ്സിൽ. ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? അതൊരു ഫിഗറേറ്റീവ് ലാംഗ്വേജ് ആണ്, അല്ലേ? ഫിഗറേറ്റീവ് ലാംഗ്വേജ് ആണ്, ഒരു ഡെക്കറേറ്റീവ് ലാംഗ്വേജ് ആണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഡെക്കറേറ്റീവ് ലാംഗ്വേജ്. ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഡെക്കറേറ്റീവ് ലാംഗ്വേജ്. പ്രത്യേകിച്ച് കവിതകളിലാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു വീട് ആലോചിക്കുക. ഒരു വീട് അതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കും? പെയിൻറ്റ് അടിക്കാറുണ്ട്, കർട്ടൻ തുന്നി വിടാറുണ്ട്, നല്ല മനോഹരമായ കർട്ടൻസ് ഒക്കെ വെക്കാറുണ്ട്, അല്ലേ? യെസ്, പൂച്ചെടികൾ വെക്കാറുണ്ട്, വീടിനകത്തും പുറത്തും വെക്കാറുണ്ട്, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ ഒരു വീട് നമുക്ക് എത്രമാത്രം നമുക്ക് മനോഹരമാക്കാൻ പറ്റുമോ അതുപോലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് ചില ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് കവിതകളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും, അതിൻ്റെ ഒരു ഡെക്കറേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അതല്ലെങ്കിൽ അങ്ങനെ ഡെക്കറേറ്റീവ് എലമെൻറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ചില വേർഡ്സ്, അതല്ലെങ്കിൽ ചില ഫ്രേസ്, അതിനെയാണ് നമ്മൾ ചുരുക്കിയിട്ട് എന്തെന്ന് പറയുന്നത്? ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഫിഗർ ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. സോ ഡോണ്ട് ഫോർഗെറ്റ്, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞെങ്കിൽ അതെന്താണ്? ഡെക്കറേറ്റീവ് ലാംഗ്വേജുകളാണ്, അതല്ലെങ്കിൽ ഡെക്കറേറ്റീവ് വേർഡ്സ് ആണ്, അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് ഫ്രേസ് ആണ്. അതിനെയാണ് നമ്മൾ ചുരുക്കിയിട്ട് എന്തെന്ന് പറയുന്നത്? ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. എന്താണെങ്കിലും നമുക്ക് ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിൽ ഒരുപാട് ഫിഗേഴ്സ് ഓഫ് സ്പീച്ചുകളുണ്ട്. പക്ഷെ നമുക്ക് അതിൽ അത്യാവശ്യം വേണ്ട, നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു 5 അതല്ലെങ്കിൽ 6 ഫിഗർ ഓഫ് സ്പീച്ചുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി എടുക്കാൻ പോകുന്ന ചാപ്റ്ററുകളിലൊക്കെ ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു തിയറി എന്നുള്ള രീതിയിൽ മനസ്സിൽ വെക്കുക. ഇനി നമ്മൾ ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ അവിടെ നടത്തുക. ഓക്കെ, സോ നമുക്ക് നേരെ നോക്കാം ഫിഗർ ഓഫ് സ്പീച്ച്. ആദ്യം പറയാൻ പോകുന്നത്, first I want to tell about simile and metaphor. Simile and metaphor. I think you know about this. Simile and metaphor. What do you mean by a simile and what do you mean by metaphor? രണ്ടും കമ്പാരിസൺ ആണ്, പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. പറയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. രണ്ടും കമ്പാരിസൺ ആണ്. സിമിലി ആയിക്കോട്ടെ, മെറ്റഫർ ആയിക്കോട്ടെ, രണ്ടും എന്താണ്? കമ്പാരിസൺ ആണ്. പക്ഷെ ചെറിയൊരു വ്യത്യാസം കിടപ്പുള്ളത് എവിടെയെന്ന് വെച്ചാൽ, സിമിലി മീൻസ് വി ആർ കമ്പയറിംഗ് ടു തിങ്സ് വിത്ത് ലൈക്ക് ഓർ ആസ്.
ലൈക്ക് അതല്ലെങ്കിൽ ആസ് എന്നീ വേർഡ്സ് വെച്ചിട്ട് നമ്മൾ ഒരു കാര്യത്തിനെ മറ്റൊരു കാര്യവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിമിലി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അവിടെ കമ്പാരിസൺ നടക്കുന്നുണ്ട്, പക്ഷെ ലൈക്കോ ആസോ ഉപയോഗിക്കുന്നുണ്ട്. ലൈക്കോ ആസോ ഉപയോഗിച്ചിട്ട് നടക്കുന്ന കമ്പാരിസൺ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിമിലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ആദ്യം ഇങ്ങോട്ട് നോക്കാം. എന്നാൽ പെട്ടെന്ന് തലയിൽ കയറും. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, സോ എക്സാമ്പിൾസിലേക്ക് വരുമ്പോൾ നോക്കൂ, കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഒന്ന്, യു ആർ ബ്രേവ് ആസ് എ ലയൺ. യു ആർ ബ്രേവ് ആസ് എ ലയൺ. എന്താ അതിൻ്റെ അർത്ഥം? നീ നിനക്ക് ഭയങ്കര ബ്രേവ് ആണ് നീ. ഓക്കെ, ഭയങ്കര ധൈര്യശാലിയാണ് നീ, ഭയങ്കര ബുദ്ധിമാനാണ്, ഭയങ്കര ധൈര്യമുണ്ട്, പാര ധൈര്യമാണ്. യു ആർ ബ്രേവ് ആസ് എ ലയൺ, ഒരു സിംഹത്തിനെ പോലെ. അവിടെ നിങ്ങൾ കണ്ടോ പോലെ. ഓക്കെ, പോലെ. ആ കാര്യം, ആ ഒരു മീനിങ്, ആ ഒരു മലയാളം മീനിങ് ആണ് അവിടെ എന്ത് തരുന്നത്? ലൈക്ക് തരുന്നത് അല്ലേ? യു ആർ ബ്രേവ് ആസ് എ ലയൺ. ലൈക്ക് അല്ല ആസ് തരുന്നത്. ഇവിടെ ലൈക്ക് അല്ല ആസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ലൈക്കോ ആസോ നമുക്ക് ഉപയോഗിക്കാം. സോ യു ആർ ബ്രേവ് ആസ് എ ലയൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നീ ഒരു സിംഹത്തിനെ പോലെ ധൈര്യമുള്ളവനാണ്, ധൈര്യശാലിയാണ്. അപ്പോൾ അവിടെ നമ്മളെ എന്തുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു? നമ്മളെ അവിടെ എന്തുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു? സിംഹവുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ സിംഹവുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. സിംഹത്തിൻ്റെ അതേപോലെയാണ് നമ്മൾ ക്വാളിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹി വർക്ക്സ് ലൈക്ക് എ ഡോഗ്. ഇത് നമ്മൾ പലപ്പോഴും പലയിടത്തും കേട്ടിട്ടുണ്ട്. ഹി വർക്ക്സ് ലൈക്ക് എ ഡോഗ്. അവനൊരു പട്ടിയെ പോലെ പണിയെടുക്കുന്നു. ഹി വർക്ക്സ് ലൈക്ക് എ ഡോഗ്. ഇവിടെ നോക്കൂ, ഇവിടെ അവനെ എന്തുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു? ഒരു ഡോഗുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അവനെ ഡോഗുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ളത്. അവിടെ എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? ലൈക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പട്ടിയെപ്പോലെ പണിയെടുക്കുന്നു, പോലെ. ഓക്കെ, സോ സിമിലി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു കാര്യത്തിന് മറ്റൊരു കാര്യവുമായിട്ട് ലൈക്കോ അതല്ലെങ്കിൽ ആസോ വെച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിമിലി എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിളിലേക്ക് പോവാം. ഷീ ഈസ് ബ്യൂട്ടിഫുൾ ലൈക്ക് എ ഫ്ലവർ. ഓക്കെ, ഷീ ഈസ് ബ്യൂട്ടിഫുൾ ലൈക്ക് എ ഫ്ലവർ. അവൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ലൈക്ക് എ ഫ്ലവർ, പൂവിനെ പോലെ. അതിൻ്റെ അർത്ഥം എന്താ? അവൾക്ക് 4 ഇതളുകളും ഒരു തണ്ടും പുറശാലയൊക്കെ ഉണ്ടെന്നാണോ? ഒരിക്കലും അല്ല. അവൾ അത്രത്തോളം സോഫ്റ്റാണ്. അവളെ കാണാൻ ഭയങ്കര ഭംഗിയാണെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോ ഹി സ്മൈൽഡ് ലൈക്ക് എ ഡെവിൾ. അവൻ ചിരിച്ചു. എന്തിനെ പോലെ ചിരിച്ചത്? ലൈക്ക് എ ഡെവിൾ. ഓക്കെ, ഹി സ്മൈൽഡ് ലൈക്ക് എ ഡെവിൾ എന്ന് പറയുമ്പോൾ അവനെ അവിടെ ചെകുത്താനുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഹി സ്മൈൽഡ് ലൈക്ക് എ ഡെവിൾ. അവനൊരു ചെകുത്താനെ പോലെയാണ് ചിരിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാര്യം. ഒരു കാര്യത്തിന് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കാര്യം എന്തോ ആയിക്കോട്ടെ, അതിന് മറ്റൊരു കാര്യവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണ്, മറ്റൊരു വസ്തുവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. കമ്പാരിസൺ ബിറ്റ്വീൻ 2 things. That is what is we called a simile. But the condition is there will be the presence of like or as. അവിടെ ലൈക്കിൻ്റെയോ അതല്ലെങ്കിൽ ആസ് എന്നുള്ള വേർഡിൻ്റെയോ പ്രസൻസ്, സാന്നിധ്യം ഉണ്ടായിരിക്കും. Okay, so this is what is we called simile. And then we have to discuss metaphor. What do you mean by metaphor? മെറ്റഫറും സിമിലി ഏകദേശം ഒരുപോലെയാണ്, രണ്ടും കമ്പാരിസൺ ആണ്. പക്ഷേ സിമിലിയിൽ ലൈക്കും ആസും ഉണ്ടാവും, മെറ്റഫറിൽ ഈ 2 സംഭവം ഉണ്ടാവില്ല. സോ മെറ്റഫോർ മീൻസ് ഇറ്റ് ഈസ് ദ കമ്പാരിസൺ വിത്തൗട്ട് യൂസിങ് ലൈക്ക് ഓർ ആസ്. ഇറ്റ് ഈസ് ദ കമ്പാരിസൺ വിത്തൗട്ട് യൂസിങ് ലൈക്ക് ഓർ ആസ്. ലൈക്കോ ആസോ ഉപയോഗിക്കാതെയുള്ള ഒരു കമ്പാരിസണെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെറ്റഫർ എന്ന് പറയുന്നത്. കുറച്ച് എക്സാമ്പിൾ നോക്കാം, പെട്ടെന്ന് മനസ്സിലാവും. സോ എക്സാമ്പിളിലേക്ക് പോകുമ്പോൾ, ഹി ഈസ് എ ലയൺ ഇൻ ആക്ഷൻ. പ്രവൃത്തിയിൽ അവൻ ഒരു സിംഹമാണ്. ഹി ഈസ് എ ലയൺ ഇൻ ആക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ലൈക്കോ ആസോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പക്ഷെ കമ്പാരിസൺ നടന്നിട്ടുണ്ട് താനും. അതിനെയാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുക. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഷീ ഈസ് എ ഫ്ലേവർ വിത്ത് ഗുഡ് ഫ്രാഗ്രൻസ്. ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? നറുമണം. ഓക്കെ, അതിനെയാണ് നമ്മൾ ഫ്രാഗ്രൻസ് എന്ന് പറയുക. സോ ഷീ ഈസ് എ ഫ്ലേവർ വിത്ത് ഗുഡ് ഫ്രാഗ്രൻസ്. നല്ല ഗന്ധമുള്ള, നല്ല സുഗന്ധമുള്ള, അല്ലേ? ഗന്ധമല്ല, സുഗന്ധം, നറുമണമുള്ള ഒരു ഫ്ലവറാണ് അവൾ. അപ്പോൾ അവിടെ അവളെ ഒരു ഫ്ലവറുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ബട്ട് ദർ ഇസ് നോ ലൈക്ക് ഓർ ആസ്. അപ്പോൾ ലൈക്കോ ആസോ ഇല്ലാതെയുള്ള ഒരു കമ്പാരിസൺ ആണ് മെറ്റഫർ എന്ന് പറയുന്നത്. വേറെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മറ്റൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ, ദ സ്നോ ഈസ് എ വൈറ്റ് ബ്ലാങ്കറ്റ്. മഞ്ഞിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു? ഒരു വൈറ്റ് ബ്ലാങ്കറ്റുമായിട്ട്, വെള്ള പുതപ്പായിട്ട് കമ്പയർ ചെയ്യണം അവിടെ. ഓക്കെ, അവിടെ ലൈക്കോ ആസോ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പക്ഷെ അവിടെ കമ്പാരിസൺ നടന്നിട്ടുണ്ട് അല്ലേ? സ്നോ, മഞ്ഞിനെ ഒരു വെള്ള പുതപ്പുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് മെറ്റഫോർ. നെക്സ്റ്റ്, ഷീ ഈസ് എ ഷൈനിങ് സ്റ്റാർ
അവൾ ഒരു തിളങ്ങുന്ന നക്ഷത്രമാണ്. ഷീ ഈസ് എ ഷൈനിങ് സ്റ്റാർ. അപ്പോഴും അവളെ, അതായത് ഒരു പെൺകുട്ടിയെ എന്തുമായി കമ്പയർ ചെയ്തിരിക്കുന്നു? ഒരു സ്റ്റാർ, നക്ഷത്രവുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. വിത്തൗട്ട് ദ യൂസ് ഓഫ് ലൈക്ക് ഓർ ആസ്. ദാറ്റ് ഈസ് മെറ്റഫർ. സോ ഐ തിങ്ക് സിമിലി, മെറ്റഫർ, ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി മൂന്നാമതായിട്ടുള്ള ഒരു ഫിഗർ ഓഫ് സ്പീച്ച്. വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി തേർഡ് ഫിഗർ ഓഫ് സ്പീച്ച് നെയ്മഡ് ആസ് പേഴ്സോണിഫിക്കേഷൻ. പേഴ്സോണിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പഠിക്കാനുള്ള കവിതകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. പേഴ്സോണിഫിക്കേഷൻ, വാട്ട് ഈസ് ദാറ്റ്? പേഴ്സോണിഫിക്കേഷൻ, ആസ് ദ ടൈറ്റിൽ റിഫ്ലെക്ട്സ്, ഇറ്റ് ഈസ് സംതിങ് വി ആർ പേഴ്സോണിഫൈയിങ്. ഇറ്റ് ഈസ് സംതിങ് വി ആർ പേഴ്സോണിഫൈയിങ്. നമ്മൾ പേഴ്സോണിഫൈ ചെയ്യണം അവിടെ. ചുരുക്കി പറയുകയാണെങ്കിൽ we are giving the qualities of living things to non-living things. Such comparison is known as personification. Personification എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാനത് മലയാളത്തിൽ പറഞ്ഞുതരാം നിങ്ങൾക്ക് മനസ്സിലാവാൻ. വി ആർ കമ്പയറിങ് ടു തിങ്സ് അല്ലേ? അവിടെ കമ്പാരിസൺ നടക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയെന്ന് വെച്ചാൽ വി ആർ ഗിവിങ് ദ ക്വാളിറ്റീസ് ഓഫ് ലിവിങ് തിങ്സ് ടു നോൺ ലിവിങ് തിങ്സ്. ജീവനുള്ള ഒരു വസ്തുവിൻ്റെ ക്വാളിറ്റി, സവിശേഷത ആർക്ക് വെച്ച് കൊടുക്കുക? ജീവനില്ലാത്ത ഒരാൾക്ക് വെച്ച് കൊടുക്കുക. അതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുക. വി ആർ ഗിവിങ് ദ ക്വാളിറ്റീസ് ഓഫ് ലിവിങ് തിങ്സ്. ഓക്കെ, ജീവനുള്ള ആളുടെ ക്വാളിറ്റീസ് ആർക്ക് വെച്ച് കൊടുക്കുക? ജീവനില്ലാത്തവർക്ക്, നോൺ ലിവിങ് തിങ്സിന് വെച്ച് കൊടുക്കുക. അങ്ങനത്തെ കമ്പാരിസണെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ ആദ്യം നോക്കാം, പെട്ടെന്ന് കത്തും. എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ പറയാം. ദ എക്സാമ്പിൾ ഫോർ പേഴ്സോണിഫിക്കേഷൻ. ഫോർ എക്സാമ്പിൾ നമുക്ക് ആദ്യം ഒന്ന് മലയാളത്തിലൊന്ന് ഡിസ്കസ് ചെയ്യാം. മലയാളത്തിൽ നമ്മൾ സാധാരണ പറയുന്ന ചില കവിതകളിലൊക്കെ കാണാം, മേഘം കരഞ്ഞു. ഓക്കെ, ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു ലൈൻ, മേഘം കരഞ്ഞു. മേഘം കരഞ്ഞു എന്ന് പറയുമ്പോൾ അത് എന്തിൻ്റെ എക്സാമ്പിളാണ്? പേഴ്സോണിഫിക്കേഷൻ്റെ എക്സാമ്പിളാണ്. വൈ? ബിക്കോസ് മേഘത്തിന് ജീവനില്ല അല്ലേ? പിന്നെ ജീവനുള്ളത് ആർക്കാണ്? ഈ കരയുക എന്ന് പറയുന്നത് എന്താണ്? അത് ജീവനുള്ള ഒരാൾ ചെയ്യുന്ന ക്വാളിറ്റിയാണ്. അപ്പോൾ കരയുക എന്ന ജീവനുള്ള ഒരാൾ ചെയ്യുന്ന ക്വാളിറ്റി ജീവനില്ലാത്ത മേഘത്തിന് വെച്ച് കൊടുക്കുന്നു. ഓക്കെ, വരി ഇങ്ങനെയാണ്, മേഘം കരഞ്ഞു. ഒരു കവിതയിലൊരു വരിയാണത്, മേഘം കരഞ്ഞു. ഓക്കെ, സോ അത് പേഴ്സോണിഫിക്കേഷനാണ്. കാറ്റ് വന്ന് എന്നെ തൊട്ട് തലോടി കടന്നുപോയി എന്ന് പറയുമ്പോൾ അത് പേഴ്സോണിഫിക്കേഷനാണ്. കാറ്റ് വന്ന് എന്നെ തലോടുക, കാറ്റ് വന്ന് എന്നെ ഉമ്മ വയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് പേഴ്സോണിഫിക്കേഷനാണ്. കാറ്റിന് ജീവനില്ല, ഉമ്മ വയ്ക്കുക എന്ന് പറയുന്നത് ജീവനുള്ള ഒരാൾ ചെയ്യുന്ന ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ അത് ജീവനില്ലാത്ത കാറ്റിന് വെച്ച് കൊടുക്കുന്നു. കാറ്റ് വന്ന് ഉമ്മറത്തെ കതകിൽ മുട്ടി. ഓക്കെ, പേഴ്സോണിഫിക്കേഷനാണ്. ഒരുപാട് പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾസ് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താനായിട്ട് പറ്റും. എനിവേ, ഇത്രമാത്രം മനസ്സിലാക്കി വെക്കുക. Personification means here we can say that we are giving the qualities of living things or the characteristics of living things to non-living things, and such kind of comparison or such kind of figure of speech is known as personification. അതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുക. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ്, ഇംഗ്ലീഷിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ലെറ്റ് us discuss few examples. Okay, and first we can see this example. The leaves danced in the air. The leaves danced. എയറിൽ നൃത്തം ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇലകൾ കാറ്റിൽ നൃത്തം ചെയ്തു എന്നാണ് പറയുന്നത്. ഇതൊരു കവിതയിലൊരു വരിയാണ് കേട്ടോ. The leaves danced in the air. അപ്പോൾ ഇവിടെ ദ ലീവ്സ് ഡാൻസ്ഡ് എന്ന് പറയുമ്പോൾ അത് പേഴ്സോണിഫിക്കേഷൻ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് എക്സ്പ്രഷൻസ് നമുക്ക് ഇനി പഠിക്കാനുണ്ട് കവിതകളിലേക്ക് വരുമ്പോൾ. അപ്പോൾ അത് നിങ്ങൾ ഇപ്പം തന്നെ ഇത് മനസ്സിലാക്കി വെക്കുക. എന്താണ് പേഴ്സോണിഫിക്കേഷൻ, എങ്ങനെ നമുക്ക് പേഴ്സോണിഫിക്കേഷൻ സെലക്ട് ചെയ്യാം, 1 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം നമുക്ക്. സോ ഇത് ഓർത്ത് വെക്കുക. പേഴ്സോണിഫിക്കേഷൻ ഇത്രയേ ഉള്ളൂ. ലീവ്സ് ഡാൻസ്ഡ് ഇൻ ദ എയർ. ഇലകൾ നൃത്തം ചെയ്യൂല. നൃത്തം ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഹ്യൂമൻ ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ ലിവിങ് തിങ് ചെയ്യുന്ന ഒരു ക്വാളിറ്റിയാണ് അല്ലേ? അപ്പോൾ അത് ജീവനില്ലാത്ത ഇലകൾക്ക് വെച്ച് കൊടുക്കുന്നു. കാറ്റിൽ ഇലകൾ നൃത്തമാടി എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ ആണ്. ദ ലീവ്സ് ഡാൻസ്ഡ് ഇൻ ദ എയർ. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ പേഴ്സോണിഫിക്കേഷൻ. നെക്സ്റ്റ് എക്സാമ്പിൾ, മറ്റൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ ദ സ്റ്റാർസ് ബിഗാൻ ടു പീപ്പ് വെൻ ദ ഡാർക്ക്നെസ് കെയിം. വെൻ ദ ഡാർക്ക്നെസ് കെയിം, ഇരുട്ട് വന്ന സമയത്ത് എന്താ സംഭവിച്ചത്? ദ സ്റ്റാർസ് ബിഗാൻ ടു പീപ്പ്. നക്ഷത്രങ്ങൾ ഒളിഞ്ഞു നോക്കി. ഓക്കെ, സ്റ്റാർസ് ബിഗാൻ ടു പീപ്പ്. സ്റ്റാർസ് ബിഗാൻ ടു പീപ്പ്. ഓക്കെ, നക്ഷത്രങ്ങൾ ഒളിഞ്ഞു നോക്കി. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? മെല്ലെ പതിയെ നക്ഷത്രങ്ങൾ തെളിഞ്ഞു വന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് അവിടെ നക്ഷത്രത്തിനെ നമ്മൾ പേഴ്സോണിഫൈ ചെയ്തിരിക്കുന്നു, ഒരു വ്യക്തിയുമായി പേഴ്സോണിഫൈ ചെയ്തിരിക്കുന്നു. ദാറ്റ് ഈസ് പേഴ്സോണിഫിക്കേഷൻ. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ദ സ്മെൽ ഓഫ് ബിരിയാണി. ഓക്കെ, നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമല്ലോ. ദ സ്മെൽ ഓഫ് ബിരിയാണി പുൾഡ് മീ ടു ദ കിച്ചൺ. ഓക്കെ, ബിരിയാണിയുടെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് എന്നെ എങ്ങോട്ട് ഉന്തിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്, തള്ളിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്, കിച്ചണിലേക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ തള്ളി കൊണ്ടുപോയത് ആരാണ്, അല്ലെങ്കിൽ ഉന്തി കൊണ്ടുപോയത് ആരാണ്? ബിരിയാണിയുടെ സ്മെല്ലാണ്. ആ സ്മെല്ലാണ് നമ്മളെ പിടിച്ച് തള്ളി കൊണ്ടുപോയത്.
അപ്പോൾ അത് പേഴ്സോണിഫിക്കേഷനാണ്. ഒരിക്കലും അതിൻ്റെ സ്മെല്ല് നമുക്ക് കാണാൻ പോലും പറ്റില്ല. ആ ഒരു സംഭവം ഒരിക്കലും നമ്മളെ പിടിച്ച് ഉന്തി കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു സ്മെല്ലിന് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നു? ഒരു ഹ്യൂമൻ ക്വാളിറ്റി കൊടുത്തിരിക്കുന്നു. പേഴ്സോണിഫിക്കേഷനാണ്. സോ പേഴ്സോണിഫിക്കേഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പേഴ്സോണിഫിക്കേഷൻ ഇത്രയേ ഉള്ളൂ. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? വി ആർ ഗിവിങ് ദ ക്വാളിറ്റീസ് ഓഫ് ലിവിങ് തിങ്സ് ടു നോൺ ലിവിങ് തിങ്സ്. ലിവിങ് തിങ്സിൻ്റെ ആ ഒരു ക്വാളിറ്റീസ് ഉണ്ടല്ലോ, അത് നോൺ ലിവിങ് തിങ്സിന് കൊടുക്കുന്ന കമ്പാരിസൺ. സച്ച് കൈൻഡ് ഓഫ് കമ്പാരിസൺ ഓർ സച്ച് കൈൻഡ് ഓഫ് ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് നോൺ ആസ് personification. Then we have to discuss about alliteration. Okay, alliteration. So what നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് we discussed about simile, then we discussed about metaphor, then we discussed about personification, and now we are going to discuss about alliteration. Alliteration. What is that? Alliteration. Alliteration is the repetition of initial consonant sounds. Alliteration is the repetition of initial consonant sounds. So, repetition means ആവർത്തനം, ആവർത്തിച്ചു വരിക, repetition. Of എന്നുള്ള ഒരു പ്രിപ്പോസിഷൻ ആണ്. ആൻഡ് ദാറ്റ് പ്രിപ്പോസിഷൻ, ആ ഒരു പ്രിപ്പോസിഷൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡേ എന്നുള്ള ഒരു മീനിങ്ങിൽ പറയാൻ വേണ്ടിയിട്ടാണ്. ഓഫ്. ഓക്കെ, സോ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ അലിട്രേഷൻ അല്ലേ, റിപ്പീറ്റേഷൻ ഓഫ് എന്തിൻ്റെയൊക്കെ റിപ്പീറ്റേഷൻ ആണ്? ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട്സ്. ഇത്രയേ ഉള്ളൂ. ഒരു സൗണ്ട് എങ്ങനെ ആവർത്തിച്ചു വരിക, ഒരു സൗണ്ട് എങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരിക, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അലിട്രേഷൻ എന്ന് വിളിക്കുന്നത്. പക്ഷെ മക്കളെ, അവിടെ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ആ രണ്ട് കണ്ടീഷൻസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കണ്ടീഷന് അതൊരു കോൺസണന്റ് സൗണ്ട് ആയിരിക്കണം. കോൺസണന്റ് സൗണ്ടോ? അതെന്താ മാഷേ കോൺസണന്റ് സൗണ്ട്? യെസ്, ദർ ഈസ് സൗണ്ട് സിസ്റ്റം. ഓക്കെ, നമുക്ക് പഠിക്കാനുണ്ട്. ആ സമയമാകുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം, കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. വി ഹാവ് എ സൗണ്ട് സിസ്റ്റം. വി നോ ദാറ്റ് ഹൗ മെനി ലെറ്റേഴ്സ് ആർ ദർ. നമുക്ക് എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് അറിയാം. ആൻഡ് ദ ഡിവിഷൻ ഓഫ് വവൽസ് ആൻഡ് കോൺസണൻസ്, വി നോ ദാറ്റ്. എത്ര വവൽ ലെറ്റേഴ്സ് ഉണ്ട്, എത്ര കോൺസണന്റ് ലെറ്റേഴ്സ് ഉണ്ട് നമുക്കറിയാം. വവൽ ലെറ്റേഴ്സ് AEIOU അല്ലേ, ചെറുപ്പം മുതലേ നമ്മൾ പഠിക്കുന്നതാണ് AEIOU. അത് ലെറ്റേഴ്സിൻ്റെ കേസിൽ. ഇനി വേറെ സംഭവമുണ്ട്, സൗണ്ട്. വി ഹാവ് 44 സൗണ്ട്സ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, can you believe this? We have 44 sounds in English. 44 സൗണ്ടുകളുണ്ട്. നമുക്ക് നോക്കാം, അത് ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അലിട്രേഷൻ എന്ന് പറയണമെങ്കിൽ എന്താണ്? അത് അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു 44 സൗണ്ട് ഉണ്ട്. ദർ ആർ ടോട്ടലി 44 സൗണ്ട്സ് ഇൻ ഇംഗ്ലീഷ്. ആൻഡ് ഈ 44 സൗണ്ട്സിൽ 24 കോൺസണൻസ് ആൻഡ് 20 വവൽസ് ആർ ദർ. 24 കോൺസണൻസ് ആൻഡ് 20 വവൽസ് ആർ ദർ. ഓക്കെ, സോ 20 വവൽസ് ഉണ്ട്, 24 കോൺസണൻസ് ഉണ്ട്. അതിൽ ഈ കോൺസണന്റ് സൗണ്ട്സിൻ്റെ റിപ്പീറ്റേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? അലിട്രേഷൻ എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരിക്കലും നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കുക, കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരണം. പക്ഷേ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? അത് എവിടെ വരണം? തുടക്കം വരണം. ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട് ആണ്. നമ്മൾ പറഞ്ഞെന്താണ്? അലിട്രേഷൻ ഈസ് ദി റിപ്പീറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട്. ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ തുടക്കം, ഫസ്റ്റ് അല്ലേ. സോ ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ടിൻ്റെ റിപ്പീറ്റേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അലിട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മൈൻഡിൽ കീപ്പ് ചെയ്ത് വെക്കുക. സോ ഫൈനലി we are going to discuss about hyperbole. What is that? Hyperbole. What is hyperbole? Simply, it is called as exaggeration. We are just exaggerating things. ഒരു കാര്യത്തിനെ വലുതാക്കി പറയുക, പെരുപ്പിച്ച് പറയുക. That is exaggeration. So hyperbole means exaggeration. എന്തായിരിക്കും സംഭവം? പെട്ടെന്ന് മനസ്സിലാവാനാണ് നമുക്ക് ആദ്യം മലയാളത്തിലുള്ള 1-2 എക്സാമ്പിൾ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇംഗ്ലീഷിലേക്ക് കിടക്കാം. സോ മലയാളത്തിൽ നമ്മൾ പലപ്പോഴും പല സമയത്തും നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ അവനൊരു 100 വട്ടം വിളിച്ചു, അവൻ വന്നില്ല. അല്ലെങ്കിൽ 1000 തവണ ഞാൻ അവനോട് പറഞ്ഞതാണ് അങ്ങോട്ട് പോകണ്ട എന്നുള്ളത്, പക്ഷെ അവൻ കേട്ടില്ല. അപ്പം ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് 100 തവണ വിളിച്ചു, 1000 തവണ ഞാൻ അവനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ശരിക്കും അത്രയും എണ്ണം വരെ പറഞ്ഞിട്ടുണ്ടാവുമോ? ഒരിക്കലും ഇല്ല. കൂട്ടി പറയാണ് അല്ലേ. എന്തിനാണ് കൂട്ടി പറയുന്നത്? കുറേ അവനോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കുറേ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പോകണ്ട എന്നുള്ളത്. 100 വട്ടം പറഞ്ഞു മീൻസ് കുറേ പ്രാവശ്യം ഞാൻ അവനോട് പറഞ്ഞു. അല്ലെങ്കിൽ 1000 തവണ ഞാൻ അവനോട് ചോദിച്ചാണ് ക്യാഷ് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം അവനോട് ചോദിച്ചിരുന്നു ക്യാഷ് ഉണ്ടോ എന്നുള്ളത്. ആ ഒരു മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ആക്കം കൂട്ടി പറയുകയാണ്, എക്സാജുറേറ്റ് ചെയ്യുകയാണ്. സോ ദാറ്റ് ഈസ് hyperbole. Simply, hyperbole means exaggeration. We are exaggerating the things in order to increase the depth. ഓക്കെ, ഇൻക്രീസ് ദി ഡെപ്ത്. അതിൻ്റെ ഒരു ഡെപ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൂട്ടി പറയുന്നതിനെയാണ്, ആക്കം കൂട്ടി പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൈപ്പർബലി എന്ന് പറയുന്നത്. ഓക്കെ, എൻ്റെ വായിൽ ഒരു കപ്പൽ ഓടിക്കാനുള്ള അത്ര വെള്ളം ഉണ്ടായിരുന്നു. ഫുഡ് അങ്ങോട്ട് കണ്ടപ്പോൾ എൻ്റെ വായിൽ ഒരു കപ്പൽ ഓടിക്കാനുള്ള അത്ര വെള്ളം ഉണ്ടായിരുന്നു. എക്സാജറേഷനാണ്. കപ്പൽ പോയിട്ടൊരു ചെറിയ കുഞ്ഞു ബോട്ട് പോലും നമ്മുടെ വായിനകത്ത് കയറില്ല, നമുക്ക് നന്നായിട്ട് അറിയാം. പിന്നീടല്ല അത് ഓടിക്കുന്നത്. ഓക്കെ,
എനിക്ക് ഒരു ആനയെ തിന്നാനുള്ള അത്ര വിശപ്പുണ്ടായിരുന്നു. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഹൈപ്പർബോളിക് എക്സാമ്പിൾസ് ആണ്. ഇതൊക്കെ ഹൈപ്പർബോളിക് എക്സാമ്പിൾസ് ആണ്. എന്നോട് കളിക്കണ്ട. എന്നോട് കളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കത്തിയുണ്ട്, എന്നോട് വെറുതെ കളിക്കാൻ നിൽക്കണ്ട, ഇവിടെ ചോരപ്പുഴയൊഴുകും എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്? അത് ഹൈപ്പർബോളിയാണ്, എക്സാജറേഷനാണ്. ഒരാളെ കുത്തിയിട്ടുണ്ടെങ്കിൽ രക്തം ഒഴുകും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഒരു പുഴ ആയി ഉത്ഭവിക്കാൻ മാത്രമുള്ള ചോരൊന്നും എന്തായാലും ഊർന്നിറങ്ങാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ പറയുന്നു എന്നോട് കളിക്കേണ്ട, ചോരപ്പുഴ ഒഴുകും ഇവിടെ എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്? എക്സാജറേഷനാണ്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഇസ് വി കോൾഡ് സിംപ്ലി ഹൈപ്പർബോളി. അപ്പോൾ ഇത്തരം എക്സ്പ്രഷൻസ് ഒക്കെ വി ക്യാൻ സീ ദിസ് കൈൻഡ് ഓഫ് എക്സ്പ്രഷൻസ് ഇൻ അവർ ടെക്സ്റ്റ് ബുക്ക്, ഇൻ അവർ prose and words or fictional or non-fictional writings, especially in poems. So at that time you should understand that this is what is called hyperbole. Okay, ഇത് ഹൈപ്പർബോളി ആണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനി നമുക്ക് നേരെ ഇംഗ്ലീഷിലേക്കുള്ള 1-2-3 എക്സാമ്പിൾസ് കൂടെ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇന്നത്തെ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഹൈപ്പർബോളിയുടെ ഇംഗ്ലീഷ് എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. ശരി, അപ്പോൾ ഇംഗ്ലീഷ് എക്സാമ്പിൾസിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈപ്പർബോളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതൊരു എക്സാജറേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണത്. എക്സാജറേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൈപ്പർബോളി എന്ന് പറയുന്നത് അല്ലേ? ഒരു കാര്യത്തിന് നമ്മൾ വലുതാക്കി പറയുന്നു, ആക്കം കൂട്ടി പറയുന്നു. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ ആം സോ ഹംഗ്രി ആൻഡ് ഐ കുഡ് ഈറ്റ് ആൻ എലഫന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? എനിക്ക് ഭയങ്കര വിശപ്പുണ്ട്, എനിക്കൊരു ആനയെ തിന്നാൻ എത്ര വിശപ്പുണ്ട്. ഹൈപ്പർബോളിയാണ്. ഐ ഹാവ് എ മില്യൺ തിങ്സ് ടു ഡു ടുഡേ. എനിക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ, മില്യൺ കണക്കിന് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, ഒരു 4-5 കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കാം, പക്ഷെ കൂട്ടി പറയാണ്, ആക്കം കൂട്ടി പറയാണ്. ഐ കോൾഡ് ഹിം 100 times. ഞാൻ അവനോട് 100 വട്ടം ഞാൻ വിളിച്ചതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണ്? ഹൈപ്പർബോളിയുടെ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ മറക്കാതിരിക്കുക. ഹൈപ്പർബോളി എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പർബോളി മീൻസ് ജസ്റ്റ് എക്സാജറേഷൻ. വി ആർ ജസ്റ്റ് എക്സാജറേറ്റിംഗ് ദ തിങ്സ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ഇറ്റ്സ് ഡെപ്ത്. അപ്പോൾ അതിൻ്റെ ഒരു ആഴം കുറേ എന്താ പറയുക, അത് ഹൈപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അല്ലേ, അതൊന്ന് കൂട്ടി പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് ഈ ഹൈപ്പർബോളി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ജസ്റ്റ് ആൻ എക്സാജറേഷൻ. സോ ഡോണ്ട് ഫോർഗെറ്റ്, ടുഡേ വി ഡിസ്കസ്ഡ് അബൌട്ട് 5 figures of speech. Just before that, I told you about the language English, the worldwide global language of English. Okay, and then we discussed our chapters that can be divided into prose and words, or fictional writings and non-fictional writings. Simply call it as a fictional writings and non-fictional writings. അപ്പോൾ നമുക്ക് പ്രോസ് ആയിട്ടും വേർഡ്സ് ആയിട്ടും നമുക്ക് വേണമെങ്കിൽ തിരിക്കാം, ഗദ്യം പദ്യം എന്ന രീതിയിൽ തിരിക്കാം. അതുപോലെ തന്നെ ഫിക്ഷണൽ റൈറ്റിംഗ്സ് എന്നും നോൺ ഫിക്ഷണൽ റൈറ്റിംഗ്സ് എന്നും തിരിക്കാം. അപ്പോൾ ഫിക്ഷണൽ റൈറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, അത് കൊണ്ടുവരിക മനസ്സിലേക്ക് എക്സാമ്പിൾസ് ആയിട്ട്. നോൺ ഫിക്ഷണൽ റൈറ്റിംഗ്സ് എന്തൊക്കെയാണ്? അതെന്താണ് സംഭവം, എന്താണ് ഉദ്ദേശിക്കുന്നത്? എക്സാമ്പിൾസ് മൈൻഡിലേക്ക് കൊണ്ടുവരിക. ആൻഡ് ലേറ്റർ വി ഡിസ്കസ്ഡ് അബൌട്ട് ദി ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. 5 important figures of speech, and they are simile, metaphor, personification, alliteration, and finally hyperbole. So that's all about today's class. Bye all.